ഇ-ബീറ്റ് പദ്ധതിയുടെ അഴിമതിയിൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിന് സാധ്യത. പദ്ധതി സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും കേന്ദ്ര ഏജൻസികൾ തേടുന്നതായാണ് സൂചന. പദ്ധതിയിൽ സാമ്പത്തിക നഷ്ടമുണ്ടായെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. ഇ-ബീറ്റ് പദ്ധതിക്കായി സംസ്ഥാന പോലീസ് ചെലവഴിച്ചത് കേന്ദ്ര ഫണ്ടായതിനാലാണ് കേന്ദ്ര ഏജൻസികൾ ഇടപാടിനെക്കുറിച്ച് പ്രാഥമിക പരിശോധന ആരംഭിച്ചത്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ ഇ-ബീറ്റ് പദ്ധതിയുടെ വിശദാംശങ്ങൾ ശേഖരിച്ച് വിശദമായ റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറിക്കഴിഞ്ഞു. രേഖകൾ പരിശോധിച്ച ശേഷമാകും CBI അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. ഇ-ബീറ്റ് പദ്ധതി നടപ്പാക്കിയതിൽ പലിശയടക്കം 2.25 കോടിയിലധികം രൂപ നഷ്ടമായെന്ന് പോലീസ് ആസ്ഥാനത്ത് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പദ്ധതി പൂർത്തിയാക്കും മുമ്പ് പണം മുഴുവനായും കരാറുകാർക്ക് നൽകിയതിലെ ദുരൂഹതയും അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടി. മാത്രവുമല്ല, കേന്ദ്ര ഫണ്ടായതിനാൽ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തിനും ശുപാർശയുണ്ടായി. എന്നാൽ സംസ്ഥാന പോലീസ് ഇതിൽ അഴിമതിയില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. അതേസമയം പദ്ധതിക്ക് കരാറുകാർ നൽകിയിരുന്ന കരുതൽ നിക്ഷേപമായ 3 ലക്ഷം രൂപ പിൻവലിച്ചതും ഇപ്പോൾ വിവാദമായിട്ടുണ്ട്. പണം പിൻവലിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് വൈഫിൻറ്റി കമ്പനി സംസ്ഥാന പോലീസ് ആസ്ഥാനത്തേക്ക് കത്തയച്ചിരുന്നു. എന്നാൽ അതിനു മുമ്പേ തന്നെ പണം നൽകിയതായാണ് പോലീസ് ആസ്ഥാനത്തെ രേഖകൾ. അതായത് വൈഫിൻറ്റിക്ക് പണം ലഭിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. ഇതാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.